ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം അനുവദിച്ചു വരുന്ന അല്ലെങ്കിൽ ദൈവഹിതത്താൽ ജീവിതത്തിൽ സംഭവിക്കുന്ന കഷ്ടതകളുണ്ട്. നമ്മളുടെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് നമ്മൾ സമ്പാദിക്കുന്ന കഷ്ടതകളുണ്ട്. എന്താണ് ഈ സമ്പാദിക്കുന്ന കഷ്ടതകൾ? അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിലാണ് അങ്ങനെ തന്നെ ഒരു പ്രയോഗം നമ്മൾ കാണുകയാണ്. എൻ്റെ വാക്ക് നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെ ഇരിക്കാമായിരുന്നു. ഇതിനു മുമ്പ് ഒരിക്കലും സമ്പാദിക്കുന്ന കഷ്ടതകൾ ഇല്ലേ, പണം സമ്പാദിക്കുന്നതിനെക്കുറിച്ചും മറ്റു പലതും ജീവിതത്തിൽ സമ്പാദിക്കുന്നതിനെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ വിശ്വാസ ജീവിതത്തിൽ സമ്പാദിക്കുന്ന കഷ്ടതകൾ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. സമ്പാദിക്കുന്ന കഷ്ടതകളെ ഒഴിവാക്കാൻ ദൈവിക ദർശനങ്ങളും ആലോചനകളും നമ്മൾ പ്രാപിക്കേണ്ടതിൻ്റെയും അതുപോലെ തന്നെ ദൈവ ആലോചനയനുസരിച്ച് മുൻപോട്ട് പോകേണ്ടുന്നതിൻ്റെയും അനിവാര്യതയെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സമ്പാദിക്കുന്ന കഷ്ടതകൾ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. ദൈവം പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ. നമ്മൾ വളരെ ഗൗരവമായ ചില ആത്മീക കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവം നൽകുന്ന സ്വപ്നങ്ങളെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും മുന്നറിയിപ്പുകളെക്കുറിച്ചുമൊക്കെ നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. എനിക്കൊന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്വപ്നത്തിൽ ദൈവം മൃഗങ്ങളെ കാണിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. സത്യത്തിൽ ആ വീഡിയോ ചെയ്യാനായിട്ട് മനസ്സിൻ്റെ അകത്ത് യാതൊരു പ്ലാനും ഉണ്ടായിരുന്നതല്ല. പക്ഷേ ഞാൻ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് ശക്തമായ ചില ദൈവവചന സത്യങ്ങൾ എൻ്റെ മുന്നിലേക്ക് വന്നതും പെട്ടെന്ന് ഹൃദയത്തിൻ്റെ അകത്തൊരു ആത്മപ്രേരണ ഉണ്ടായതും ഞാൻ ആ ഒരു വീഡിയോ തയ്യാറാക്കുകയും ചെയ്തത്. കൃപയാൽ ആ ഒരു പരിശുദ്ധാത്മാവ് തന്ന ആ ഒരു നിയോഗപ്രകാരം ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ധാരാളം പേര് ഫോണിലും പേഴ്സണലി മെസ്സേജ് അയച്ചു. വളരെ കൃത്യമായ കാര്യമാണിത്. ചിലരൊക്കെ ചില ദുഃഖങ്ങൾ പങ്കുവെച്ചു. അതായത് ഇത് നേരത്തെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുകയില്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ളവരോട് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. കാരണം പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാനും അല്ലെങ്കിൽ മനസ്സിലാക്കി തരാനും ഒന്നും ആരും ഇല്ലാത്തപ്പം നമ്മുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ സംഭവിക്കും. കുറച്ച് പ്രിയപ്പെട്ടവർ അങ്ങനെ പറഞ്ഞു. അവർ കണ്ട ചില കാര്യങ്ങളെ അവർ ഗൗരവമായിട്ടെടുക്കാത്തത് കൊണ്ട് പിൽക്കാലത്ത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ നഷ്ടങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ദുരിതങ്ങളുടെ പെരുമഴകൾ പോലെ ഒന്നു മാറി ജീവിതത്തിൻ്റെ അകത്ത് വന്ന് ഒരുപാട് തീരാ നഷ്ടങ്ങൾ നേരിട്ട അനേക പ്രിയപ്പെട്ടവർ അവരൊക്കെ പറഞ്ഞു, ഞങ്ങളെ ദൈവം കാണിച്ചതാ ഒന്നല്ല പല വേളകളിൽ. പക്ഷേ ആത്മീക നേതൃത്വത്തിലുള്ളവരോട് പോലും ഈ കാര്യങ്ങൾ പറഞ്ഞപ്പം അവരൊന്നും അതിനെ ഗൗരവമായിട്ടെടുക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കതിൻ്റെ ഒരു ഗൗരവം പറഞ്ഞു തരാത്തത് കൊണ്ട് ഈ കാര്യത്തെ നിസ്സാരമായിട്ടെടുത്തു എന്നൊക്കെ കേട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മീയ ജീവിതം വളരെ ഗൗരവത്തോടു കൂടെ ഉള്ളതാണ്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇന്നും നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ദർശനങ്ങളിലൂടെ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളും സമ്പാദിക്കുന്ന കഷ്ടതകളും എന്ന് പറയുന്നൊരു വിഷയമാണ്. ഞാൻ ഇന്ന് പുലർച്ചെ ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ, കർത്താവേ, ഞാൻ എന്താണ് അങ്ങയുടെ ജനത്തോട് സംസാരിക്കേണ്ടത് എന്ന് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പെട്ടെന്ന് ഈ ഒരു ഭാഗം, സമ്പാദിക്കുന്ന കഷ്ടതകൾ, ഇങ്ങനെ ഒരു ഭാഗം എൻ്റെ കൺമുമ്പിൽ എഴുതി വന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു കാര്യം എങ്ങും പ്രസംഗിച്ചിട്ടില്ല. എനിക്കൊന്ന് ഒരു 270-280 വീഡിയോകൾ ഈ ചാനലിൻ്റെ അകത്തുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു സ്ഥലത്ത് പോലും ഞാനിത് പ്രസംഗിച്ചിട്ടില്ല. ഒരാഴ്ചയിൽ ഏറ്റവും കുറഞ്ഞൊരു ഇങ്ങനത്തെ യൂട്യൂബിലെ പ്രസംഗമല്ലാതെ തന്നെ ധാരാളം ദൈവജന സന്ദേശങ്ങൾ എനിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ശുശ്രൂഷകൾക്ക് പോകാറുണ്ട്. പക്ഷേ ഇതുവരെയും ഞാനിത് പ്രസംഗിച്ചിട്ടില്ല. ഞാൻ ചിന്തിച്ചിട്ടില്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ് പരിശുദ്ധാത്മാവ് എൻ്റെ കേൾവിക്കാരോട് എന്തൊക്കെയോ വചനത്തിലൂടെ സംസാരിക്കാനായിട്ടുണ്ട്. മുഖവരയായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. വളച്ചുകെട്ടലില്ലാതെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കർത്താവിന് നമ്മളോട് ഈ വചനത്തിലൂടെ എന്താണ് സംസാരിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ ഭാഗം കിടക്കുന്നത്. ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ ഇങ്ങനെയാണ്: പ്രിയമുള്ളവരെ എന്ന് പൗലോസ് അവരോട് പറയുകയാണ്, പുരുഷന്മാരെ, നിങ്ങൾ എൻ്റെ വാക്ക്
കേട്ടിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ, ഈ കഷ്ടങ്ങളും നഷ്ടങ്ങളും സമ്പാദിക്കാതെ ഇരിക്കാമായിരുന്നു. സമ്പാദിക്കുന്ന കഷ്ടങ്ങളും ദൈവം അനുവദിച്ചു വരുന്ന കഷ്ടങ്ങളും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമാണ് കഷ്ടതകൾ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. കഷ്ടത ഒഴിഞ്ഞുള്ള ഒരു ജീവിതം നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല. അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ കഷ്ടതകളിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മൾ വരുത്തി വയ്ക്കുന്ന ചില കഷ്ടങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്ന കഷ്ടങ്ങൾ. ഇത് നമ്മൾ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു വാക്കുകളുണ്ട്. എന്താണെന്നറിയോ? അത് ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു, ബന്ധനങ്ങളും കഷ്ടങ്ങളും എന്നെ കാത്തിരിക്കുന്നുവെന്ന്, പട്ടണം തോറും കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നു. അതായത് അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ബന്ധനങ്ങളും കഷ്ടങ്ങളും അദ്ദേഹത്തിന് വിഷയമേ അല്ലായിരുന്നു. കാരണം പരിശുദ്ധാത്മാവ് ഓൾറെഡി അദ്ദേഹത്തോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, താങ്കൾക്ക് വേണ്ടി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഇത് സുവിശേഷത്തിൻ്റെ ഭാഗമാണ്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ഇവിടുത്തെ പദപ്രയോഗം പരിശുദ്ധാത്മാവ് കാത്തുവെച്ചതോ ദൈവം ഒരുക്കി വെച്ചതോ ആയ കഷ്ടതകളിൽ അല്ല, ചിലരുടെ നിർബന്ധ ബുദ്ധി കൊണ്ട്, ചിലരുടെ പിടിവാശി കൊണ്ട് നേടിയെടുത്ത കഷ്ടതകളാണ്. അപ്പോൾ പല സമയത്തും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചില പിടിവാശികൾ, ചിലപ്പോൾ ഒരു കുടുംബമാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരാൾ ആ കുടുംബത്തിലുണ്ടെങ്കിലും ആ കുടുംബത്തിലെ മറ്റു ചിലരുടെ പിടിവാശികൾ, അവരുടെ നിർബന്ധ ബുദ്ധി, സ്വയ താല്പര്യങ്ങൾ, അവരുടെ ആർക്കും കീഴടങ്ങാത്ത ചിന്താഗതികൾ, ഇതുകൊണ്ട് വരുത്തി വെക്കുന്ന ചില കഷ്ടതകളുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രത്യാശയുടെ സന്ദേശമുണ്ട്. എന്താണെന്നറിയാമോ? ഇതൊക്കെ സമ്പാദിക്കുന്നതാണെങ്കിലും ഒരുവൻ പ്രാർത്ഥിക്കാനും ദൈവം മുമ്പിൽ ഇടിവിൽ നിൽക്കാനും കരയാനും തയ്യാറാണെങ്കിൽ ഈ കഷ്ടതകളെ ദൈവം തൻ്റെ നാമമഹത്വത്തിന് കാരണമാക്കി തീർക്കും. ചിലരുടെ തെറ്റായ തീരുമാനങ്ങൾ കാരണമായി ഉണ്ടാകുന്ന വന്നെത്തുന്ന കഷ്ടതകളെ പ്രാർത്ഥിക്കുന്ന ഒരുവൻ്റെ സമർപ്പണം കൊണ്ട് ദൈവം തൻ്റെ നാമമഹത്വത്തിന് കാരണമായി തീരും. ഈ ഒരു പ്രത്യാശയുടെ സന്ദേശവും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് നമുക്കൊന്ന് നോക്കാം വളരെ വേഗത്തിൽ. 27-ാം അധ്യായത്തിൻ്റെ 9 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇവരൊരു കപ്പൽ യാത്രയിലാണ്. ഈ കപ്പൽ യാത്ര എന്ന് പറയുന്നത് റോമിലേക്കുള്ളൊരു യാത്രയാണ്. ഈ യാത്രയിൽ അവർ ക്രേത്ത തുറമുഖത്ത്, ശുഭതുറമുഖം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ക്രേത്ത തുറമുഖത്തേക്ക് എത്തുമ്പോൾ പൗലോസ് ഈ കപ്പൽ പ്രമാണിയോടും അതുപോലെ തന്നെ ശതാധിപനോടുമൊക്കെ പറഞ്ഞു, ഈ യാത്ര മുൻപോട്ട് പോകരുത്. അതായത് ഈ യാത്രയിൽ കപ്പലിന് മാത്രമല്ല നമ്മുടെ പ്രാണനു പോലും ഏറിയ കഷ്ടം വരും എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? ശരിക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയമാകണമെങ്കിൽ ആത്മീക വെളിപ്പാടുകളിലും ദർശനങ്ങളിലും അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതം നയിച്ച് നമ്മൾ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അപ്പം ഇപ്പം പലരും ചോദിക്കും, അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഞാൻ ഒരു കാര്യം പറയാം, ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. സത്യസന്ധതയും ദൈവത്തോട് ആഴമായ സ്നേഹവും അതുപോലെ തന്നെ ഒരു നല്ല പ്രാർത്ഥനാ ജീവിതവും ദൈവഹിതം ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഉറപ്പായി ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവം ഒരിക്കലും നമ്മളോട് സംസാരിക്കാതെ ഇരിക്കത്തില്ല. അത് 100% ഉറപ്പാണ്. കാരണം എന്താ? നമ്മൾ ജീവനുള്ള ദൈവത്തെയാണ് സേവിക്കുന്നത്. മരത്തെയോ കല്ലിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളെ ഒന്നുമല്ല നമ്മൾ സേവിക്കുന്നത്. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമായതുകൊണ്ട് ഒരു കാര്യത്തിൻ്റെ ആരംഭത്തിങ്കൽ ആ കാര്യത്തിൻ്റെ അവസാനത്തെ കാണുന്നവനാണ് ദൈവം. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതവും ശുശ്രൂഷയും എല്ലാം നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയും ദൈവിക ആലോചനകളാൽ സമ്പുഷ്ടവുമായിരുന്നു. അതായത് രാത്രിയിൽ കർത്താവ് ഇറങ്ങി വരുന്നു,
തനിക്കെതിരെ പരീശന്മാരും സദൂക്യരും എല്ലാം കൊല്ലാനായിട്ട് വന്ന് നിൽക്കുമ്പോൾ പിച്ച് ചീന്തുമ്പോൾ കർത്താവ് ഇറങ്ങി വരുന്നു. അങ്ങനെ ഒരു ജീവിതം സാധ്യമാണോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ജീവിതം സാധ്യമാണ്. ഇത് ആരുടെ കയ്യിലാണ്? നമ്മൾ ചിന്തിക്കും പ്രവാചകന്മാരും ആത്മീയ നേതാക്കന്മാർക്കും മാത്രമാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ സാധ്യമാണെന്ന്. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അതിൻ്റെ അർത്ഥം നാളെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവാചകനെ അല്ലെങ്കിൽ അവരെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെന്നും അല്ല. നമ്മൾ സ്വയമായി നമുക്ക് വളരാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ചർച്ചിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ദർശനങ്ങൾ കാണുന്നവരുണ്ട്, സ്വപ്നങ്ങൾ കാണുന്നവരുണ്ട്. കാരണം ആ ഒരു ആത്മതലത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു ആത്മീക അന്തരീക്ഷത്തിലാണ് ദൈവവചന ശുശ്രൂഷ ചെയ്യുന്നതും ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവജനം മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം നാളെ നിങ്ങളിവിടെ വന്ന് ഇവിടെ നിന്ന് ഇത് പ്രാപിച്ചുകൊണ്ട് പോകണമെന്നല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയായിരിക്കും 10, 250, 270 വീഡിയോ ചെയ്തതിൽ ഒരു വീഡിയോകളിൽ പോലും ഞാൻ ഇവിടെ ആരാധനയുണ്ട്, നിങ്ങളിവിടെ വരണമെന്നോ എന്നെ കാണണമെന്നോ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നോ ഞാൻ പറയാറില്ല. കാരണം ഇതൊന്നും ശാശ്വതമല്ല. ആർക്കും ആരിലും ഡിപ്പെൻഡായി ഒരുപാട് നാൾ നമ്മുടെ ജീവിതം നയിക്കാൻ പറ്റില്ല. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം ശ്രദ്ധിച്ചു കൊള്ളുക. തനിച്ചായിരുന്നല്ലോ തൻ്റെ യാത്രകൾ. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകളിലൊക്കെ പലപ്പോഴും നമ്മൾ തനിച്ചാണ്. നമ്മുടെ ജീവിതവും നമ്മുടെ ശുശ്രൂഷയും ഒക്കെ തനിച്ചാണ്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ബഹ്റൈനിൽ നിന്ന് വിളിച്ച് സംസാരിച്ചപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒത്തിരി തനിയാകുകയാണ്. ഒത്തിരി ബന്ധങ്ങൾ എനിക്കുണ്ടായിരുന്നു, പക്ഷെ കർത്താവിൻ്റെ ബന്ധങ്ങളെല്ലാം അവസാനിപ്പിച്ചോ എന്നെനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സിസ്റ്റർ, അതിൻ്റെ അകത്ത് സിസ്റ്റർ ഒട്ടും വിഷമിക്കേണ്ട. കാരണം ദൈവം ബന്ധം അവസാനിപ്പിച്ചോ എന്നുള്ള ഒരു കാര്യമല്ല. യഥാർത്ഥമായ കർത്താവിനോടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഭൂമിയിലെ പല ബന്ധങ്ങളെക്കാൾ ദൈവത്തോടുള്ള ബന്ധം ഹൃദ്യമാകും. അന്നേരം ഈ മാനുഷികമായ പല ബന്ധങ്ങളും വേണ്ട എന്നുള്ളതല്ല, അതിൻ്റെ അപ്പുറത്ത് ഈ സൊറ പറഞ്ഞിരിക്കുക, തമാശ പറയുക, അടിച്ചു പൊളിക്കുക, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ, അതിനൊന്നും നമ്മളെ ശരിക്കും ദൈവം അനുവദിക്കത്തില്ലെന്നുള്ളതാണ് സത്യം. കാരണം നമ്മളെ കർത്താവിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുമ്പോൾ നമ്മളും ദൈവവും തമ്മിലുള്ള ഒരാഴമായ ജീവിതത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ളതാണ്. പൗലോസിൻ്റെ ജീവിതം അങ്ങനെ ഒരു ജീവിതമായിരുന്നു. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയട്ടെ. അപ്പം അദ്ദേഹം ശരിക്കും ആ ക്രേത്ത തുറമുഖത്തെത്തിയപ്പോൾ അദ്ദേഹത്തിനൊരു ദൈവിക ദർശനം ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അദ്ദേഹം അത് കണ്ടിട്ടുണ്ടാകാം. എന്താ? ഈ യാത്രയിൽ ദുരന്തങ്ങൾ സംഭവിക്കും. ഈ യാത്രയിൽ കപ്പലിന് മാത്രമല്ല പ്രാണന് വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. ഇതാർക്കാണ് മനസ്സിലാകുന്നത്? ഇത് പ്രാർത്ഥിക്കുന്നവനും ദൈവാശ്രയത്തോടെ ജീവിക്കുന്നവനും ഇത് മനസ്സിലാകത്തുള്ളൂ. 276ഓളം ആളുകൾ ഈ കപ്പലിൽ യാത്ര ചെയ്യുന്നുണ്ട്. ശതാധിപനുണ്ട്, കപ്പിത്താനുണ്ട്, കപ്പലിലെ പ്രമാണിമാരുണ്ട്, കടലിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നവരുണ്ട്. ശരിക്കും ഈ കപ്പലിലെ ആളുകൾ എടുത്ത തീരുമാനം ശരിയായൊരു തീരുമാനമായിരുന്നു. അതായത് ക്രേത്ത തുറമുഖം ശീതകാലം, വിൻ്റർ സീസൺ കഴിക്കാൻ പറ്റിയ സമയമല്ലായിരുന്നു. അപ്പോൾ അവർ നോക്കിയപ്പം ഇവിടെ ഒരിക്കലും നമ്മൾ വിൻ്റർ സീസൺ കഴിക്കാൻ പാടില്ല, കാരണം ഇവിടെ കിടന്ന ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ സാഹചര്യമല്ല കാണുന്നത്. സാഹചര്യത്തിനപ്പുറം ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെയാണ് പ്രാർത്ഥിക്കുന്നവൻ കാണേണ്ടത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും ആത്മീക വെളിപ്പാടുകളും ഒക്കെ ഒന്ന് ശക്തിപ്പെടട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, എനിക്കൊരാത്മീക വെളിപ്പാട് ആവശ്യമാണ്, അതിലൂടെ എന്നെ നടത്തണമേ കർത്താവേ. തീർച്ചയായിട്ടും നമുക്കത് നേടിയെടുക്കാനായിട്ട് പറ്റും. പറ്റാത്തതല്ല, പറ്റും. ഇതാരുടെയും കുത്തകയൊന്നുമല്ല കേട്ടോ. ഇതാരുടെയും കുത്തകയൊന്നുമല്ല. ഇത് സമർപ്പിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നൽകപ്പെടുന്നതാണ്. നമ്മുടെ മുൻപിൽ വരുന്ന ഓഫറുകൾ, നമ്മുടെ മുമ്പിൽ വരുന്ന മനോഹരമെന്ന് തോന്നുന്ന അവസരങ്ങൾ, അതിൻ്റെ പിന്നിലെ ചതിക്കുഴികൾ, അതിൻ്റെ പിന്നിലെ ഗൂഢാലോചനകൾ, അതൊന്നും ആർക്കും മനസ്സിലായെന്ന് വരില്ല. അത് പ്രാർത്ഥിക്കുന്നവനാണ് വരുന്നത്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ സഭാ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഒത്തിരി ഞെരുക്കത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ദിനങ്ങൾ. അന്ന് ഭയങ്കരമായൊരു ഓഫർ ഞങ്ങൾക്ക് വന്നു. സ്ഥലമോ സാഹചര്യമോ ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു ദൈവദാസൻ, അദ്ദേഹം US പോവുകയാണ്. ആ സഭയിലെ വിശ്വാസികൾ ഒരുപാട് ആളുകളുണ്ട്, ഏകദേശം 200ഓളം അടുത്ത് ആളുകൾ ആ ചർച്ചിലുണ്ട്. അപ്പോൾ അവർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, വന്നാൽ മതി, ഒന്നും കൊണ്ടുവരണ്ട, കുഞ്ഞുങ്ങളുമായിട്ട് മാത്രം വന്നാൽ മതി, അവരുടെ ബുക്കുകളും നിങ്ങളുടെ ഡ്രസ്സുകളും മാത്രം മതി,
വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് കേട്ടോ. ഭയങ്കര ഒരു ഓഫറാണ്. അപ്പം എന്നിട്ട് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനും എൻ്റെ വൈഫും പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിച്ചു നോക്കട്ടെ. ഞങ്ങൾ 3 ദിവസം ദൈവസന്നിധിയിൽ ഈ വിഷയത്തിനായിട്ട് ഞങ്ങൾ ഉപവസിക്കാൻ തുടങ്ങി. 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെയല്ല, എൻ്റെ വൈഫിനെ ദൈവം ഒരു ദർശനം കാണിച്ച് ഞങ്ങളൊരു യാത്ര പോവുകയാണ്. ദീർഘമായ യാത്രകൾ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു സ്ഥലത്ത് എത്തി. ഞാനവിടെ നിൽക്കുന്നു, ഞാനിവിടെയോ പോകുന്നു. പിന്നെ എൻ്റെ വൈഫ് കാണുന്നത് വെള്ളം കോരുകയാണ്. വെള്ളം കോരി ഒരു വല്ലം കൊട്ടയിൽ വെള്ളം ഒഴിക്കുക. എത്ര ഒഴിച്ചിട്ടും വല്ലം കൊട്ടയിൽ വെള്ളം കോരി ഒഴിച്ചാലുള്ള അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാം. വെള്ളമൊന്നുമില്ല. ഇത് കണ്ടു. ഇങ്ങനെ ഒരു കാഴ്ച ദൈവാത്മാവ് കാണിച്ചു. എന്നോട് പറഞ്ഞ് ഇങ്ങനെ കണ്ടു എന്നുള്ളത്. ഞാൻ പറഞ്ഞു ദൈവഹിതമല്ല, വിട്ടേക്കാൻ പറഞ്ഞു. കാരണം ദൈവം നമ്മളിവിടെയാണ് ആക്കിയത്. പ്രിയരെ, എനിക്ക് പകരം മറ്റൊരു ദൈവദാസനാണ് ആ സ്ഥലത്തേക്ക് പോയത്. അദ്ദേഹത്തെ എനിക്ക് പേഴ്സണലി അറിയാം. അദ്ദേഹം അവിടെ അനുഭവിച്ച കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, ഞാനതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അത്രയും പറഞ്ഞ് ഞാനങ്ങ് വിടുകയാണ്. അവസാനം അദ്ദേഹം കുഞ്ഞു രോഗിയായി ഒന്നുമല്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം നാട്ടിലേക്കൊക്കെ തിരിച്ചെത്തേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന അവസരങ്ങൾ കൺമുമ്പിൽ നമുക്ക് നല്ലതാണെന്ന് തോന്നും. പക്ഷെ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഹിതമുണ്ട്. ഇത് പ്രാർത്ഥിക്കുന്നവനും ദൈവം മുമ്പിൽ നിൽക്കുന്നവനും ഇത് മനസ്സിലാകും. അതായത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ യാത്ര ചെയ്യരുത്. പക്ഷെ അവർ യാത്ര പുറപ്പെട്ടു. സംഭവിച്ചത് എന്താ? 14ഓളം ദിവസങ്ങൾ സൂര്യനെ കാണാതെ, നക്ഷത്രങ്ങളെ കാണാതെ കടലിൽ അലയുകയാണ്. ഭക്ഷണ സാധനങ്ങളെല്ലാം എടുത്തു കളഞ്ഞു. കപ്പലിലുള്ളവരെല്ലാം പട്ടിണി കിടക്കുക, മരിക്കാൻ തുടങ്ങിയ. പക്ഷെ അതിൻ്റെ അകത്തും പ്രാർത്ഥിക്കുന്ന ഒരുവൻ അതിൻ്റെ അകത്തുണ്ടായിരുന്നു, ഇല്ലേ? അതിന് ശേഷം പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ എന്താ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ കഷ്ടങ്ങളും നഷ്ടങ്ങളും സമ്പാദിക്കാതെ ഇരിക്കാമായിരുന്നു. പ്രിയരെ, കുടുംബജീവിതത്തിന് ആവശ്യമായ തുണകളെ തേടുമ്പോൾ, ജോലി സംബന്ധമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും പ്രവാചകനെ വിളിച്ച് ചോദിക്കുക എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം 10 പേരെ വിളിച്ച് പറഞ്ഞ 10 അഭിപ്രായം ഇന്നത്തെ കാലത്ത് പറയും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് നേരിട്ട് ചോദിക്കരുതോ? നമുക്കൊരു പ്രാഗൽഭ്യമുണ്ടെങ്കിൽ ചോദിക്കരുതോ? പ്രാർത്ഥിക്കുക, ദൈവത്തോട് അടയാളം ചോദിക്കുക. ഉറപ്പായും ദൈവം നമ്മളോട് പറയും. അത് അക്കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം. അപ്പം എന്താ സംഭവിച്ചത്? ഇവരെല്ലാം പട്ടിണി കിടന്ന് ചാകുക. പക്ഷേ 27-ന്റെ 21, 22 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ രാത്രിയിൽ എൻ്റെ അരികിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പൗലോസേ, ധൈര്യമായിട്ടിരിക്കുക. ഈ കപ്പലിലുള്ളവരെല്ലാം ദൈവം നിനക്ക് ദാനമായി തന്നിരിക്കുന്നു. നോക്കുക, ഒരു ഭാഗത്ത് സമ്പാദിച്ച നഷ്ടങ്ങൾ, മറുഭാഗത്ത് ദൈവിക ദർശനം അനുസരിച്ച് ജീവിച്ചൊരു ദൈവമനുഷ്യൻ. ഈ ദൈവമനുഷ്യൻ നിമിത്തം ആ കപ്പലിലുള്ളവരോട് മുഴുവൻ ദൈവം കരുണ കാണിച്ചു. കപ്പൽ നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. കപ്പൽ പൊളിഞ്ഞു. പിന്നീട് അവരങ്ങോട്ട് പോകുന്നു, ഒരു ദ്വീപിന്മേൽ മുട്ടി വീഴുന്നു. പടയാളികളെല്ലാം നീന്തി മെലീത്ത എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. പുബ്ലിയോസ് എന്ന് പറയുന്ന ഒരു ദ്വീപ് പ്രമാണിക്കൊക്കെ അവർക്കൊക്കെ സൗഖ്യങ്ങളൊക്കെ അവിടെ നടക്കുകയാണ്. പക്ഷെ പിന്നീട് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, 3 മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത മറ്റൊരു കപ്പലിൽ അവർ യാത്ര ചെയ്തു പോകുന്നത്. അപ്പം ചില കാലതാമസങ്ങളും ചില സാമ്പത്തിക നഷ്ടങ്ങളും കപ്പൽ പോലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടാണ്. എല്ലാ കഷ്ടതയും ദൈവഹിതപ്രകാരമുള്ള കഷ്ടതയല്ല. എല്ലാ കഷ്ടതകളും ദൈവം തരുന്നതുമല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ചില ആൾക്കാർ പറയും, എല്ലാം കഴിഞ്ഞിട്ട് പറയും ദൈവഹിതം പോലെ നടക്കട്ടെ, ദൈവഹിതം പോലെ നടക്കട്ടെ എന്ന്. ഈ അപ്പോസ്തലനായ പൗലോസ് പോലും ഈ യെരുശലേമിൽ കഷ്ടത തനിക്ക് നേരിടാൻ പോകുന്നുവെന്ന് അറിഞ്ഞതിന് ശേഷം, കഴിഞ്ഞ ദിവസത്തെ നിങ്ങൾ ആ മെസ്സേജ് കേട്ട് കാണുമായിരിക്കും, അവസാനം അദ്ദേഹത്തെ നിർബന്ധിക്കുക, പോവല് എന്നെല്ലാം നിർബന്ധിക്കുക. എന്നിട്ട് ഏറ്റവും ഒടുവിൽ അവർ പറയുക, കർത്താവിൻ്റെ ഹിതം പോലും നടക്കട്ടെ. ഈ നമ്മുടെ ഈ കർത്താവിൻ്റെ ഹിതം പോലും നടക്കട്ടെ എന്ന് പറയുന്ന ഈ ഒരു പ്രയോഗം തന്നെ അസ്ഥാനത്തുള്ള പ്രയോഗങ്ങളാണ്. വേറെ വഴിയില്ലാതെ വരുമ്പോൾ നമ്മൾ പറയുക, കർത്താവിൻ്റെ ഹിതം പോലെ നടക്കട്ടെ. ഇത് ശരിക്കും കർത്താവിൻ്റെ ഹിതത്തെ സംഭവിച്ചതല്ല. അദ്രിയ കടലിലെ ആ 14 ദിവസത്തെ കഷ്ടതകളും കപ്പലിൻ്റെ തകർച്ചകളും ഭക്ഷണ സാധനങ്ങൾ നഷ്ടപ്പെട്ടതും അവസാനം നീന്തി കരയിൽ പോകേണ്ടി വന്നതും 3 മാസം അവിടെ കിടക്കേണ്ടി വന്നതും കാലതാമസം, സാമ്പത്തിക നഷ്ടം, ജീവന നഷ്ടം, പ്രാണന നഷ്ടം, ഇതെല്ലാം ഉണ്ടായതും മനുഷ്യൻ വരുത്തി വെച്ച കഷ്ടതകളാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും
നമ്മൾ കഷ്ടതകൾ വരുത്തി വെക്കാതിരിക്കണമെങ്കിൽ ദൈവം പറയുന്നത് കേട്ട് നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ചില സ്വപ്നങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ, ദർശനങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. യേശുവിൻ്റെ ജനനത്തിങ്കിൽ നമ്മൾ എന്താ കാണുന്നത്? സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് വിദ്വാൻമാർ വേറെ വഴിയായി മടങ്ങിപ്പോയി. സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് എന്ത് ചെയ്തു? യേശുവിൻ്റെ അമ്മ മറിയവും ആ പിതാവും മിസ്രൈമിലേക്ക് പോയി. അപ്പോൾ ശരിക്കും സ്വപ്നങ്ങളും ദർശനങ്ങളും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വാർത്ത വിനിമയ സംവിധാനങ്ങളാണ്. പക്ഷേ നമുക്ക് ഈ നാളുകളിൽ പ്രാർത്ഥിക്കാൻ, ദൈവമേ, അത് കാണാനും അത് മനസ്സിലാക്കാനും അത് കേൾക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ. ഒരു സമർപ്പണത്തിലേക്ക് നമുക്ക് വരാം. 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന കഷ്ടതകളും, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകേണ്ടുന്ന സാഹചര്യങ്ങളും, നമ്മൾ സമ്പാദിക്കുന്ന കഷ്ടതകളും. ഈ സമ്പാദിക്കുന്ന കഷ്ടതകളെ നമുക്ക് ഒഴിവാക്കാം. ദുഃഖകരമെന്ന് പറയട്ടെ, പല കഷ്ടതകളും സ്വന്തമായ തീരുമാനങ്ങളുടെ പുറകിൽ പോയി സമ്പാദിക്കുന്ന കഷ്ടതകളാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നോടൊപ്പം ചേർന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ ദൈവജന സന്ദേശം കേൾക്കുന്ന ധാരാളം ആളുകളുണ്ട്. എനിക്കൊന്നൊരു 24-25ഓളം രാജ്യങ്ങളിൽ എൻ്റെ അറിവിൽ ഈ മെസ്സേജുകൾ കേൾക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഒരുമിച്ച് ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഈ ദൈവജനം കേൾക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ആത്മീക കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ. ആമേൻ. സാഹചര്യങ്ങളെ കാണാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഗ്ലോറി ടു ഗോഡ്. ദൈവഹിതപ്രകാരമുള്ള യാത്ര ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ തിരുസന്നിധിയോട് അടുത്ത് വരുന്നു. ഈ ദൈവവചന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കും. ദൈവവടിയിൽ നൽകി തന്ന ഈ ഒരു ആത്മീക സന്ദേശം ഞങ്ങളുടെ മക്കളുമായിട്ട് പങ്കുവെക്കുവാൻ അവിടുന്ന് ഇടയാക്കി തീർത്തല്ലോ. കർത്താവെ, ഈ സന്ദേശം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമേ. ഞങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുവാൻ ഇടയാകണമേ. പരിശുദ്ധാത്മാവ് തന്നെ ഈ നാളുകളിൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ചില കഷ്ടതകളെ ഞങ്ങൾ സമ്പാദിക്കാൻ സാധ്യതകളുണ്ട്. ഈ സമ്പാദിക്കാൻ സാധ്യതയുള്ള കഷ്ടതകൾ നീങ്ങിപ്പോകുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനെ തിരിച്ചറിയുവാനുള്ള ആത്മീക വെളിപ്പാട് കർത്താവ് ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളുടെ ജനത്തെ ഒന്നിച്ചനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദൈവവചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. പരസ്പരം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. നമ്മുടെ കർത്താവ് വരാൻ സമയമായി. ദൈവം നമ്മെ സഹായിക്കട്ടെ.